കണ്ണൂരിൽ വാക്യച്ചുമായി UDF സ്ഥാനാർത്ഥിയും SFI പ്രവർത്തകരും പോളിടെക്നിക് കോളേജിലേക്ക് വോട്ട് ചോദിക്കാൻ UDF സ്ഥാനാർത്ഥി ടിഒ മോഹൻ എത്തിയപ്പോഴാണ് തർക്കമുണ്ടായത്. വയനാടിന്റെ ഫണ്ട് മുക്കിയവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് വിദ്യാർത്ഥികൾ ബാനർ ഉയർത്തുകയായിരുന്നു. അനുമതി വാങ്ങി ഈ ക്ലാസ് അധ്യാപകരെ കണ്ട് അനുമതി വാങ്ങി ഞാൻ ഇങ്ങോട്ട് വന്നാൽ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച് ആ നിലയിൽ പറയാമെന്ന് സാമാന്യ അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ വോട്ട് ചോദിക്കാൻ എത്തിയ സ്ഥാനാർത്ഥിയോട് മോശമായി പെരുമാറുന്നു എന്ന് തന്നെ വേണം ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ. പ്രതിഷേധമാകാം, ബാനറുകളാകാം, പക്ഷേ അപമാനിക്കുന്ന രീതിയിൽ വോട്ട് ചോദിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് അവകാശമുണ്ടല്ലോ. എന്താണ് അവിടെ നടന്നത് അഭിജിത്ത്? സ്മൃതി, അങ്ങനെ ഒരു അപമാനം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ ടിഒ മോഹനൻ വ്യക്തമാക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം കണ്ണൂർ പോളിടെക്നിക് കോളേജിലേക്ക് വോട്ട് ചോദിക്കാൻ എത്തുന്നത്. അങ്ങനെ കോളേജിലെത്തുന്നു. വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഈ രീതിയിലുള്ള പ്രതിഷേധവും ബാനർ ഉയർത്തലും. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിന്റെ ഫണ്ട് മുക്കിയവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതായിരുന്നു ഈ ബാനറിലെ വാചകം. അതിന് പിന്നാലെ തന്നെ അതിനെ ചോദ്യം ചെയ്യുന്നു ടിഒ മോഹനൻ. അങ്ങനെയാണ് ഇതൊരു വാക്ക് തർക്കത്തിൽ കലാശിക്കുകയും ചെയ്തത്. ടിഒ മോഹനന്റെ ഒപ്പം റിജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു. മറ്റ് യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കളൊക്കെ ടിഒ മോഹനൊപ്പം വോട്ട് ചോദിക്കാൻ എത്തിയിരുന്നു. ടിഒ മോഹനൻ വിദ്യാർത്ഥികളോട് പറഞ്ഞത് താൻ അനുവാദം എടുത്താണ്, അതായത് താൻ സ്ഥാനാർത്ഥിയാണ്, അപ്പോൾ ആ രീതിയിലുള്ള പെർമിഷനൊക്കെ വാങ്ങിയാണ് ഇവിടെ വോട്ട് ചോദിക്കാനായി എത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ അതിനുള്ള അവകാശം തനിക്കുണ്ട് എന്നുള്ളതായിരുന്നു ടിഒ മോഹനൻ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. അതിന് പിന്നാലെ ഈ ബാനർ ഉയർത്തുന്നു. അങ്ങനെയാണ് ഇതൊരു വാക്കേറ്റത്തിലേക്ക് കടക്കുകയും ചെയ്തത്. SFI പ്രവർത്തകരാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള ബാനർ ഉയർത്തിയത്, വാക്കേറ്റത്തിന് തയ്യാറായത് എന്നൊക്കെയാണ് ഇപ്പോൾ ടിഒ മോഹനൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ തനിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ സ്ഥാനാർത്ഥി ആരോപിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പരാതി നൽകും എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം നിലവിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലായിടത്തും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ ചെല്ലാനുള്ള അവകാശമുണ്ട്, അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു വാക്കേറ്റവും തർക്കമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും എന്താണ് ഇക്കാര്യത്തിൽ SFIയുടെ വിശദീകരണം എന്നുള്ളത് കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.